ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകൾ. ജീവിത യാഥാർത്ഥ്യങ്ങളിലേക്ക് പഠനത്തോടൊപ്പം കൈപിടിച്ചുയർത്തുകയാണ് വിദ്യാർത്ഥികളെ ഒരു അധ്യാപകൻ. വിദ്യാർത്ഥികളെ നല്ല പാഠം പഠിപ്പിക്കുന്ന അധ്യാപകൻ വ്യത്യസ്തമാർന്ന ചുവടുവെപ്പാണ് നടത്തിയിട്ടുള്ളത്. ശ്മശാന ഭൂമിയെ വൃത്തിയാക്കുക എന്ന ദൌത്യം. ഈ ദൌത്യത്തിന് പിന്നിൽ അധ്യാപകൻ പകർന്ന നല്ല പാഠം കാണാം പ്രധാന വാർത്തകൾക്ക് ശേഷം. പ്രദർശനത്തിനു മുമ്പേ ശ്രദ്ധ പിടിച്ചുപറ്റി രാജ്യാന്തര വ്യവസായ പ്രദർശനം റൈസിംഗ് കേരള. വുഡ് സെക്ടർ സെമിനാർ കോഴിക്കോട്ട്. ബസ് അപകടങ്ങളിൽ കാര്യക്ഷമമായ നടപടികൾ ഉണ്ടാകുന്നില്ലെന്ന് സിപിഐഎം ജില്ലാ കമ്മിറ്റി അംഗം PK പ്രേംനാഥ്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ബസ് ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് ഫെഡറേഷൻ കലക്ടറേറ്റ് മാർച്ച്. പിന്നോക്ക വിഭാഗത്തിലെ SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് സ്വർണ്ണ മെഡൽ നൽകി ആദരം. വാർത്തകൾ വിശദമായി. സംസ്ഥാന വ്യവസായ വകുപ്പിന്റെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന രാജ്യാന്തര വ്യവസായ പ്രദർശനമായ റൈസിംഗ് കേരളയുടെ മുന്നോടിയായി ഹൈലൈറ്റ് ബിസിനസ് പാർക്കിൽ വുഡ് സെക്ടർ സെമിനാർ നടന്നു. മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. കേരള സ്റ്റേറ്റ് സ്മോൾ ഇൻഡസ്ട്രീസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന വ്യവസായ വകുപ്പിന്റെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന രാജ്യാന്തര വ്യവസായ പ്രദർശനമാണ് റൈസിംഗ് കേരള. പ്രദർശനത്തിന്റെ മുന്നോടിയായി വിപുലമായ പരിപാടികൾക്കാണ് നഗരം വേദിയാകുന്നത്. റൈസിംഗ് കേരളയുടെ മുന്നോടിയായി ഹൈലൈറ്റ് മാളിൽ നടന്ന വുഡ് സെക്ടർ സെമിനാർ മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പഴയ കാലത്തെ കുറിച്ച് ആലോചിക്കുക. ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ആലോചിക്കാം, നമ്മുടെ കല്ലായി തന്നെ ആ മരമില്ലുകളുടെ ഒരു ഒച്ച എവിടെ കേൾക്കായിരുന്നു എന്ന കാലത്ത്. ഒന്നിപ്പോ നിശബ്ദമാണ്. പലതും നാമാവിശേഷമായി പോയി. ലോകത്തിലെ 2ാം സ്ഥാനം അവകാശപ്പെട്ടിരുന്ന സത്യം. ലോകത്തിന്റെ പല ഭാഗത്തേക്കും നമ്മള് തടികൾ കയറ്റി അയച്ചിരുന്ന നമ്മൾ ഇറക്കുമതി ചെയ്യുന്ന ഒരവസ്ഥയാണ്. ഫർണിച്ചറിനൊന്നും ഒരു കാലത്തും ഡിമാൻഡ് കുറഞ്ഞിട്ടില്ല. പക്ഷെ ഇപ്പൊ ആര് കൈയടക്കിയതൊക്കെ. ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ സൈമൺ സക്കറിയ അധ്യക്ഷനായിരുന്നു. വുഡ് ആൻഡ് ഫർണിച്ചർ സെക്ടർ കൺവീനർ ഗംഗാധരൻ മലയിൽ, റൈസിംഗ് കേരള വൈസ് ചെയർമാൻ VKC അബ്ദുൾ റസാഖ്, VK ആദർശ്, AK പ്രശാന്ത്, ഗുർപാൽ സിംഗ്, ഇഷാഖ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. തുടർന്ന് വിവിധ സെഷനുകളിലായി സെമിനാറുകൾ അരങ്ങേറി. രാജ്യാന്തര പ്രശസ്തമായ സ്ഥാപനങ്ങൾ ഉൾപ്പെടുന്ന 320 സ്റ്റാളുകളാണ് റൈസിംഗ് കേരള പ്രദർശനത്തിൽ ഒരുക്കുന്നത്. ഡിസംബർ 9, 10, 11 തീയതികളിലായി നടക്കുന്ന പ്രദർശനം നിലവിലുള്ള വ്യവസായങ്ങളുടെ വളർച്ചയും പുതിയ സംരംഭകർക്കുള്ള അറിവും പ്രദാനം ചെയ്യുമെന്നാണ് കണക്കുകൂട്ടൽ. സംരംഭകർ ഏറെ പ്രാധാന്യത്തോടെ ഉറ്റുനോക്കുന്ന റൈസിംഗ് കേരളയ്ക്കായി കാത്തിരിക്കുകയാണ് വ്യാവസായിക ലോകം. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ബസ്സുകൾ അപകടത്തിൽപ്പെട്ടാൽ കണ്ണിൽ പൊടിയിടാനുള്ള ശ്രമങ്ങളല്ലാതെ കാര്യക്ഷമമായ നടപടികൾ ഉണ്ടാകുന്നില്ലെന്ന് CITU ജില്ലാ പ്രസിഡന്റ് PK പ്രേംനാഥ്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ബസ് ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് ഫെഡറേഷൻ CITU നേതൃത്വത്തിൽ കലക്ടറേറ്റിലേക്ക് നടന്ന മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അർഹിക്കുന്ന ആനുകൂല്യങ്ങൾ പോലും ലഭിക്കാത്ത സാഹചര്യത്തിലാണ് സമരവുമായി കേരള ബസ് ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് ഫെഡറേഷൻ CITU രംഗത്തെത്തിയത്. വർഷങ്ങളായി മേഖലയിൽ ജോലി ചെയ്തിട്ടും ബസ് ഉടമകളിൽ നിന്ന് കടുത്ത ചൂഷണം നേരിടുന്നതിനെതിരെ പ്രതിഷേധം ശക്തമാക്കാനാണ് സംഘടനാ തീരുമാനം. ഇതിന്റെ ഭാഗമായി കലക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ച് CITU ജില്ലാ പ്രസിഡന്റ് PK പ്രേംനാഥ് ഉദ്ഘാടനം ചെയ്തു. ബസ്സുകൾ അപകടത്തിൽപ്പെട്ടാൽ കണ്ണിൽ പൊടിയിടാനുള്ള ശ്രമങ്ങളല്ലാതെ കാര്യക്ഷമമായ നടപടികൾ ഉണ്ടാകുന്നില്ലെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. ബസ് തൊഴിലാളികളുടെ മേൽ പഴിചാരി രക്ഷപ്പെടാനാണ് പല ബസ്സുടമകളും ശ്രമിക്കുന്നത്. സമയക്രമത്തിലെ അപാകതകൾ, ബസ്സുടമകളുടെ കെടുകാര്യസ്ഥത, നിലവിലെ റോഡുകളുടെ ശോചനീയാവസ്ഥ തുടങ്ങിയ മാനദണ്ഡങ്ങളും അപകടത്തിന് കാരണമാണ്. ഇതുകൂടി പരിഗണിച്ചു വേണം ബന്ധപ്പെട്ട അധികൃതർ നിയമ നടപടി സ്വീകരിക്കാനെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വളരെ കൌതുകകരമായി, ഏറെ ദുഃഖകരമായി ഞങ്ങൾക്ക് അനുഭവപ്പെടാറുള്ളത് അപകട മരണം സംഭവിച്ചതിനു ശേഷം ഉത്തരവാദപ്പെട്ട ഭരണാധികാരികൾ, പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഒരു മേശയ്ക്ക് ചുറ്റും പ്രശ്നം ചർച്ച ചെയ്യാൻ വിളിച്ചാൽ
ഈ ബസ് ഉടമ സംഘത്തിന്റെ പ്രതിനിധികൾ പോലും കൈകഴുകുന്ന സമീപനമാണ് എല്ലായ്പ്പോഴും സ്വീകരിക്കാറുള്ളത്. എന്ന് പറഞ്ഞാൽ ചെണ്ട മാരാരുടേതാണ്, പക്ഷെ തല്ലു കൊള്ളേണ്ടത് ചെണ്ടയാണ്, ഉടമ മാരാരായതുകൊണ്ട് പണം ഞങ്ങൾ വാങ്ങിക്കൊള്ളും. നിരവധി ആവശ്യങ്ങളാണ് സമരക്കാർ ഉന്നയിച്ചത്. തൊഴിലാളികളുടെ ജോലി സമയം നിജപ്പെടുത്തുക, സേവന മേഖലയിലെ തൊഴിലാളികൾ എന്ന പരിഗണന വെച്ച് മുഴുവൻ സ്വകാര്യ ബസ് തൊഴിലാളികൾക്കും ജോലി സ്ഥിരതയും ഫെയർ വേജസും മറ്റ് ആനുകൂല്യങ്ങളും ഉറപ്പുവരുത്തുക, ക്ഷേമനിധിയിൽ അംഗങ്ങളാക്കുക, RTO സമയപട്ടിക പുനഃക്രമീകരിക്കുക, ബസ്സുകളുടെ കാലാവധി 15 വർഷമായി നിജപ്പെടുത്തുക തുടങ്ങിയവയാണ് സുപ്രധാന ആവശ്യങ്ങൾ. പ്രതിഷേധ സമരത്തിന് ഗംഗാധരൻ മലയിൽ, PP കുഞ്ഞൻ, BR ബെന്നി, MV കൃഷ്ണൻകുട്ടി തുടങ്ങിയവർ നേതൃത്വം നൽകി. ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ സമരം ശക്തമാക്കാനാണ് സംഘടനാ തീരുമാനം. SSLC+2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് സ്വർണ്ണ മെഡലുകൾ വിതരണം ചെയ്തു. ചടങ്ങ് മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. 157 വിദ്യാർത്ഥികൾക്കാണ് മെഡലുകൾ വിതരണം ചെയ്തത്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്, വയനാട് ജില്ലകളിലെ SSLC+2 പരീക്ഷകളിൽ മികച്ച വിജയം കാഴ്ചവെച്ച വിദ്യാർത്ഥികൾക്കാണ് സ്വർണ്ണ മെഡലുകൾ വിതരണം ചെയ്തത്. പട്ടികജാതി വികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ നടന്ന പരിപാടി മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പിന്നോക്ക വിഭാഗത്തെ സമൂഹത്തിന്റെ ഉന്നതിയിലേക്ക് ഉയർത്താനാണ് പുതിയ പദ്ധതികളെന്ന് അദ്ദേഹം പറഞ്ഞു. ജനതയെ മുന്നോട്ടെത്തിക്കാനുള്ള ശ്രമങ്ങൾ കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ തുടരുമെന്നും മേയർ കൂട്ടിച്ചേർത്തു. എല്ലാ തരത്തിലും നിങ്ങൾ ഏതൊക്കെ തരത്തിൽ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുമോ അതിനുള്ള വലിയ പരിശ്രമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം. നമ്മളതിന് വിധേയരായാൽ മതി. പഠിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മുടെ നാട്ടിൽ ലഭ്യമാണ്. SSLC+2 പരീക്ഷയിൽ A+ നേടിയ 157 കുട്ടികൾക്കാണ് സ്വർണ്ണ മെഡലുകൾ വിതരണം ചെയ്തത്. ഡിഗ്രി, PG വിദ്യാർത്ഥികൾക്കും പ്രോത്സാഹനം നൽകുന്നതിന്റെ ഭാഗമായി ക്യാഷ് അവാർഡുകൾ നൽകാനാണ് പദ്ധതി. പദ്ധതി വ്യാപകമാകുന്നതോടെ പിന്നോക്ക വിഭാഗത്തെ സമൂഹത്തിന്റെ മുൻനിരയിലെത്തിക്കാൻ സാധിക്കുമെന്നാണ് കണക്കുകൂട്ടൽ. 115 ശ്യാമലി ശ്യാം VK, 116 ഐശ്വരി, 18 സൗമി P. നളന്ദ ഓഡിറ്റോറിയത്തിൽ നടന്ന അവാർഡ് ദാന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പറശ്ശേരി, വിജയപ്രസാദ്, നന്ദകുമാർ, രഘുനാഥ് തുടങ്ങിയവരും സംബന്ധിച്ചു. ഗാന്ധി പീസ് ഫൌണ്ടേഷന്റെ നേതൃത്വത്തിൽ ഗാന്ധി ദർശൻ എന്ന പേരിൽ വിദ്യാർത്ഥികൾക്കായി ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. ഗാന്ധിഗൃഹത്തിൽ നടന്ന ചടങ്ങ് ഫൌണ്ടേഷൻ പ്രസിഡന്റ് C. കൃഷ്ണമൂസ് ഉദ്ഘാടനം ചെയ്തു. സർഗസംവാദം എന്ന പേരിൽ നടന്ന പരിപാടിയിൽ എഴുത്തുകാരൻ PR നാഥൻ വിദ്യാർത്ഥികളുമായി സംവദിച്ചു. ഗാന്ധി പീസ് ഫൌണ്ടേഷന്റെ ആഭിമുഖ്യത്തിലാണ് ഗാന്ധി ദർശൻ എന്ന പേരിൽ വിദ്യാർത്ഥികൾക്കായി ഏകദിന ശില്പശാല സംഘടിപ്പിച്ചത്. വിവിധ സെഷനുകളിലായിരുന്നു ശില്പശാല. ഗാന്ധിഗൃഹത്തിൽ നടന്ന ചടങ്ങ് ഫൌണ്ടേഷൻ പ്രസിഡന്റ് C. കൃഷ്ണൻമൂസ് ഉദ്ഘാടനം ചെയ്തു. ഗാന്ധി ദർശൻ പ്രസിഡന്റ് P. പ്രേംകുമാർ അധ്യക്ഷനായിരുന്നു. P. പുരുഷോത്തമൻ, K. സാമി മാസ്റ്റർ, P. ബാവക്കുട്ടി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. സർഗസംവാദം എന്ന പേരിൽ നടന്ന പരിപാടിയിൽ എഴുത്തുകാരൻ PR നാഥൻ വിദ്യാർത്ഥികളുമായി സംവദിച്ചു. വ്യക്തിജീവിതത്തിൽ മാറ്റമുണ്ടാകണമെന്നും നല്ല നാളേക്ക് വേണ്ടി സമൂഹം മാറണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. എന്റെ ഗ്രാമത്തിലെ സംസ്കാരം അനുസരിച്ച് അഥവാ വൈകിയാല് കസേരയിലിരിക്കുക, ആ യോഗ തീരുന്നത് വരെ പ്രസംഗിച്ചു പോകുന്നവർ അവിടെ നിൽക്കുകയുള്ളൂ. പിന്നീട് നടന്ന ലളിതഗാനപാഠം ശില്പശാലയിൽ ഓമനാംബിക വിഷയാവതരണം നടത്തി. തുടർന്ന് VKB നായർ, N. ആനന്ദ് കുമാർ, T. ബാലകൃഷ്ണൻ, TK അജിത് കുമാർ തുടങ്ങിയവർ പ്രസ്തുത വിഷയം സംബന്ധിച്ച് ക്ലാസുകൾ നയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കേരള പ്രൊവിഡന്റ് ഫണ്ട് പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം നടന്നു. അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് KT അരവിന്ദാക്ഷൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നയ നടപടികൾ തിരുത്തുക, EPF പെൻഷൻകാർക്ക് മിനിമം 6500 രൂപ പെൻഷൻ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ മുൻനിർത്തിയാണ് കേരള പ്രൊവിഡന്റ് ഫണ്ട് പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം നടന്നത്. അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് KT അരവിന്ദാക്ഷൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ജനറൽ സെക്രട്ടറി K. രാജൻ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പ്രസിഡന്റ് RK വേലായുധൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. M. കുഞ്ഞിരാമനുണ്ണി, റിട്ടയർഡ് സുബേദാർ MK സുഗുണൻ, K. ശോഭന, K. അഹമ്മദ് കോയ, KM ജോർജ്, AK രാഘവൻ, K. പ്രേംകുമാർ തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരിടവേള.
വിലക്കുറവിന്റെ പൂരവുമായി ഇന്ത്യയിലെ ആദ്യത്തെ പറക്കം ജ്വല്ലറി ഇതാ കേരളത്തിൽ. ബോബി ആൻഡ് മർഡോണ ഗോൾഡ് ഡയമണ്ട് പറക്കം ജ്വല്ലറി. സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും പ്രദർശനവും വിൽപ്പനയുമായി ജൂലൈ 9 ശേഷം കോഴിക്കോട്ട് നിന്നും കേരളത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് പറക്കം ജ്വല്ലറി കടന്നുവരുന്നു. ബോബി ആൻഡ് മർഡോണ ഗോൾഡ് ഡയമണ്ട് പറക്കം ജ്വല്ലറി. ഡിഫ്തീരിയയും മറ്റു മാരക രോഗങ്ങളും വാക്സിനേഷനിലൂടെ തടയാൻ കഴിയും. എല്ലാ വാക്സിനും സർക്കാർ ആശുപത്രികളിൽ നിന്നും നഗരാരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്നും സൌജന്യമായി ലഭിക്കുന്നു. വാക്സിനേഷൻ കുട്ടികളുടെ ജന്മാവകാശമാണ്, അത് നിഷേധിക്കരുത്. When the eyes are settled, don't settle for anything else. I'm not the star. She is. Mind Bridal Diamond Jewelry from Malabar Gold and Diamonds. Be a star, nothing less. വാർത്തകൾ തുടരുന്നു. ശ്മശാന ഭൂമിക്ക് വെളിച്ചം പകർന്ന് ഒരു കൂട്ടം വിദ്യാർത്ഥികൾ. കേവലം ഒരു സാമൂഹ്യ പ്രവർത്തനമല്ല ഇത്. വിദ്യാർത്ഥികളെ അനുഭവത്തിലൂടെയും നേർക്കാഴ്ചയിലൂടെയും നാളെയെ പഠിപ്പിക്കുകയാണ് അധ്യാപകൻ. ഒരുപാട് മൃതദേഹങ്ങൾ വിലയം പ്രാപിച്ചിട്ടുണ്ട് കാമ്പുറത്തെ ഈ ശ്മശാനത്തിൽ. ലോകത്തിന്റെ പതിവ് ബഹളങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുപോകുന്നവരുടെ അഭയകേന്ദ്രമായതിനാലാവാം പരിസരത്തൊന്നും വലിയ വൃത്തിയും വെടുപ്പും ഉണ്ടായിരുന്നില്ല. ഒടുവിൽ ചില ചെറുപ്പക്കാർ ആ ദൌത്യം ഏറ്റെടുത്തെത്തി. KMCT ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ സോഷ്യൽ സർവീസ് ക്ലബിലെ വിദ്യാർത്ഥികളാണ് മൂകമായി കാടുമൂടിക്കിടന്ന ഈ ശ്മശാനത്തെ വെളിച്ചം കാണിച്ചത്. ഒരാൾപ്പൊക്കത്തിൽ കാടുമൂടിക്കിടന്ന ഇവിടം 100ഓളം വിദ്യാർത്ഥികൾ ചേർന്നുകൊണ്ടാണ് വൃത്തിയാക്കിയത്. ജീവിത യാഥാർത്ഥ്യങ്ങളിലേക്ക് യുവതലമുറ ഇറങ്ങിവരണം. നമുക്കും ഒരു മരണമുണ്ടെന്ന ബോധമുണ്ടാവണം. അതിനിടയിൽ ചെയ്തു തീർക്കാനുള്ള ദൌത്യങ്ങളെ ഓർക്കണം. വ്യക്തിത്വ വികാസനം, സാമൂഹ്യ പ്രവർത്തനങ്ങളിലൂടെ ഇവ മുൻനിർത്തിയാണ് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ വർഗീസ് മാത്യു ഇത്തരത്തിൽ തന്റെ വിദ്യാർത്ഥികൾക്ക് ഈ പാഠം തുറന്നുകാട്ടിയത്. കാമ്പുറത്തെ ഈ ശ്മശാനത്തിന് പുതിയ രൂപമായിരിക്കും. പരിസരത്ത് ശ്മശാനമൂകത അകറ്റാൻ പ്രദീപ് കുമാർ MLA ഫണ്ട് ഉപയോഗിച്ച് ഇരിപ്പിടങ്ങളെല്ലാം ഒരുക്കിയിരിക്കുന്നത് കാണാം. വിദ്യാർത്ഥികളുടെ ഈ ശുചീകരണ പ്രവർത്തനത്തിന്റെ ഉദ്ഘാടന കർമ്മം മേയർ തോട്ടത്തിൽ രവീന്ദ്രനാണ് നിർവഹിച്ചത്. മേഖലാ ശാസ്ത്രകേന്ദ്രം ഡയറക്ടർ VS രാമചന്ദ്രൻ, കൌൺസിലർ ആയിഷ, ഡോക്ടർ KM നവാസ്, ഡോക്ടർ അബ്ദുൽ ലത്തീഫ്, ശകുന്തള K, ജാബിർ T തുടങ്ങിയവരും കുട്ടികളോടൊപ്പം ചേർന്നിരുന്നു. സാമ്പത്തിക വികസനത്തിനൊപ്പം സമൂഹം സഞ്ചരിക്കുമ്പോൾ നഷ്ടമാകുന്ന മൂല്യങ്ങളുടെ ആകെ തുകയാണ് വൃദ്ധസദനങ്ങൾ. കേരളത്തിലെ ഗ്രാമങ്ങളിൽ പോലും ഇത്തരം സദനങ്ങൾ സാധാരണ കാഴ്ചയായി മാറുമ്പോൾ അതിനെതിരെ ദൃശ്യഭാഷ കൊണ്ട് പ്രതികരിക്കുകയാണ് സോഷ്യൽ വർക്കിൽ ഡോക്ടർ ബിന്ദു സുഭാഷ്. വാർദ്ധക്യം ഒരു അസുഖമല്ല, ഒരവസ്ഥയാണ്. ഉള്ളവനെന്നോ ഇല്ലാത്തവനെന്നോ ഒന്നും വേർതിരിവില്ലാതെ ഒരിക്കൽ അത് എല്ലാവരിലും എത്തും. ഈ യൗവനം അത് ശാശ്വതമല്ല. നാളെ നാം ഓരോരുത്തരും അത് അനുഭവിച്ചേ മതിയാകൂ. ഒറ്റപ്പെട്ടു കഴിയുന്ന വയോധികരായ മാതാപിതാക്കൾ ഇന്നലകളത്രയും ജീവിച്ചു തീർത്തത് ഈ മക്കൾക്ക് വേണ്ടിയാണ്. സമൂഹത്തെ, പ്രത്യേകിച്ചും യുവജനങ്ങളെ ഈ കാര്യം ഓർമ്മപ്പെടുത്തി വൃദ്ധസദനങ്ങളിലെ വയോധികരുടെ അവസ്ഥയിലേക്ക് വെളിച്ചം വീശുന്ന ബി വിത്ത് ദം എന്ന ഡോക്യുമെന്ററി ഈ മാസം 24 വൈകുന്നേരം 6 മണിക്ക് മുക്കം സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് അന്വേഷി പ്രസിഡന്റ് അജിത പ്രകാശനം ചെയ്യും. മക്കാനി പ്രൊഡക്ഷൻസിന്റെ ബാനറിലാണ് ഡോക്യുമെന്ററി പുറത്തിറക്കുന്നതെന്ന് സംവിധായക ഡോക്ടർ ബിന്ദു സുഭാഷ് പറഞ്ഞു. ഇസ്ലാമിനെ മതനിരപേക്ഷമായും യുക്തിഭദ്രമായും വ്യാഖ്യാനിച്ച മഹാപണ്ഡിതനായിരുന്നു CN അഹമ്മദ് മൗലവി എന്നും എല്ലാ വിശ്വാസങ്ങളെയും മതഗ്രന്ഥങ്ങളെയും അംഗീകരിക്കാൻ സാധിക്കുന്നിടത്താണ് സൌഹാർദ്ദം സാധ്യമാകുന്നതെന്നും മന്ത്രി KT ജലീൽ മുസ്ലിം സർവീസ് സൊസൈറ്റി ഏർപ്പെടുത്തിയ CN അഹമ്മദ് മൗലവി പുരസ്കാര ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുസ്ലിം സർവീസ് സൊസൈറ്റി ഏർപ്പെടുത്തിയ CN അഹമ്മദ് മൗലവി പുരസ്കാരം 1921 ചരിത്ര വർത്തമാനങ്ങൾ എന്ന പുസ്തകം രചിച്ച ഡോക്ടർ P. കീതയ്ക്ക് മന്ത്രി KT ജലീൽ സമ്മാനിച്ചു. ഇസ്ലാമിനെ മതനിരപേക്ഷമായും യുക്തിഭദ്രമായും വ്യാഖ്യാനിച്ച മഹാപണ്ഡിതനായിരുന്നു CN അഹമ്മദ് മൗലവി എന്നും എല്ലാ വിശ്വാസങ്ങളെയും മതഗ്രന്ഥങ്ങളെയും അംഗീകരിക്കാൻ സാധിക്കുന്നിടത്താണ് സൌഹാർദ്ദം സാധ്യമാകുന്നതെന്നും മന്ത്രി KT ജലീൽ പറഞ്ഞു. മതങ്ങളെ വായിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യും. CN അഹമ്മദ് മൗലവി യുക്തിഭദ്രമായി മതനിരപേക്ഷമായി ഇസ്ലാമിനെ വ്യാഖ്യാനിച്ചിട്ടുള്ള MSS പ്രസിഡന്റ് P. ഉണ്ണീൻ ആധ്യക്ഷം വഹിച്ചു. VA കബീർ അനുസ്മരണ പ്രഭാഷണം നടത്തി. ജമാൽ കൊച്ചങ്ങാടി, മുസ്തഫ മുഹമ്മദ് എന്നിവർ പ്രസംഗിച്ചു. ജില്ലാ കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ NSS വിദ്യാർത്ഥികൾക്ക് മെഗാ ലീഡർഷിപ്പ് ക്യാമ്പ് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇസ്ലാം കോളേജ് ഓഫ് ആർട്ട് ഫോർ സയൻസിൽ വെച്ച് നവംബർ 25 മുതൽ 28 വരെ ക്യാമ്പ് നടക്കും.
കോഴിക്കോട് ജില്ലയിലെ വിവിധ കോളേജുകളിലെ NSS വളണ്ടിയർമാരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് NSS ജില്ലാ കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മെഗാ ലീഡർഷിപ്പ് ക്യാമ്പ് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇസ്ലാം കോളേജ് ഓഫ് ആർട്സ് ഫോർ സയൻസിൽ വെച്ച് നവംബർ 25 മുതൽ 28 വരെയാണ് ക്യാമ്പ്. ഡിസംബറിൽ നടക്കുന്ന സപ്തദിന ക്യാമ്പിന്റെ നടത്തിപ്പിന് വിദ്യാർത്ഥികളെ സജ്ജമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ക്യാമ്പ് നടത്തുന്നത്. സ്റ്റേറ്റ് ലെവൽ NSS ട്രെയിനറായ ബ്രഹ്മനായകൻ മഹാദേവന്റെ ക്ലാസോടുകൂടി ക്യാമ്പിന് തുടക്കം കുറിക്കും. പ്രദീപ് കുമാർ MLA ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യും. ജില്ലാ കലക്ടർ ചടങ്ങിൽ മുഖ്യാതിഥിയായിരിക്കും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. എവറസ്റ്റ് ഹനീഫയുടെ വിലാസിനിയേറ്റ് കനകാലയം.com എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. സ്പോർട്സ് കൌൺസിൽ ഹാളിൽ നടന്ന ചടങ്ങിൽ UK കുമാരൻ പ്രകാശന കർമ്മം നിർവഹിച്ചു. കാനേഷ് പുനൂർ അധ്യക്ഷനായിരുന്നു. എവറസ്റ്റ് ഹനീഫയുടെ വിലാസിനിയേറ്റ് കനകാലയം.com എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. സ്പോർട്സ് കൌൺസിൽ ഹാളിൽ നടന്ന ചടങ്ങിൽ UK കുമാരൻ പ്രകാശന കർമ്മം നിർവഹിച്ചു. നുസ്രത് ജഹാൻ പുസ്തകം ഏറ്റുവാങ്ങി. കാനീഷ് പൂനൂർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കുഞ്ഞിക്കണ്ണൻ വാണിമേൽ പുസ്തകം പരിചയപ്പെടുത്തി. പ്രിയദർശൻ ലാൽ, വിനു എബ്രഹാം, അബ്ദുള്ള പേരാമ്പ്ര, ജയശങ്കർ പൊതുവത്ത് എന്നിവർ സംസാരിച്ചു. ആ ദിക്കിലേക്കുള്ള യാത്രയെ തൊട്ടുകൊണ്ടാണ് ഹനീഫ നോവൽ ആരംഭിക്കുന്നത്. ആ നോവൽ ചെന്ന് ചേരുന്നത് നേരത്തെ പ്രിയപ്പെട്ട UK പറഞ്ഞതുപോലെ വലിയൊരു IAS-കാരൻ ഒരു മനുഷ്യനാണ്, അല്ലെങ്കിൽ ഒരു മനുഷ്യ ജീവിതമായി അടുത്ത് പരിചയിക്കേണ്ടവരാണ് എന്നുള്ള ഉദാത്തമായ ഒരു ബോധവൽക്കരണത്തോടു കൂടിയാണ് നോവല് അവസാനിക്കുന്നത്. ഒരു യാത്രയും ഒരു യാത്രയുടെ ഉണർവുമാണ് ഈ വിലാസിനി അറ്റ് കനകാലയം.com എന്ന് പറയാം. വാർത്തകളിൽ ഒരിടവേള കൂടി. വിലക്കുറവിന്റെ പൂരവുമായി ഇന്ത്യയിലെ ആദ്യത്തെ പറക്കം ജ്വല്ലറി ഇതാ കേരളത്തിൽ. ബോബി ആൻഡ് മർഡോണ ഗോൾഡ് ഡയമണ്ട് പറക്കം ജ്വല്ലറി. സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും പ്രദർശനവും വിൽപ്പനയുമായി ജൂലൈ 9 ശേഷം കോഴിക്കോട്ട് നിന്നും കേരളത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് പറക്കം ജ്വല്ലറി കടന്നുവരുന്നു. ബോബി ആൻഡ് മർഡോണ ഗോൾഡ് ഡയമണ്ട് പറക്കം ജ്വല്ലറി. ഡിഫ്തീരിയയും മറ്റു മാരക രോഗങ്ങളും വാക്സിനേഷനിലൂടെ തടയാൻ കഴിയും. എല്ലാ വാക്സിനും സർക്കാർ ആശുപത്രികളിൽ നിന്നും നഗരാരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്നും സൌജന്യമായി ലഭിക്കുന്നു. വാക്സിനേഷൻ കുട്ടികളുടെ ജന്മാവകാശമാണ്, അത് നിഷേധിക്കരുത്. When the eyes are settled, don't settle for anything else. I'm not the star. She is. Mind bridal diamond jewelry from Malabar Gold and Diamonds. Be a star. Nothing less. വാർത്തകൾ തുടരുന്നു. കോർപ്പറേഷൻ ഭരണം 1ാം വാർഷികത്തിന്റെ ഭാഗമായി ബേപ്പൂരും വികസനവും എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. എടത്തൊടി ഹാളിൽ നടന്ന സെമിനാർ BJP ജില്ലാ ട്രഷറർ TV ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് കോർപ്പറേഷൻ ഭരണസമിതി 1 വർഷം പൂർത്തിയാവുകയാണ്. ബേപ്പൂർ മേഖലാ കാര്യാലയത്തിന് കീഴിലെ 3 ഡിവിഷനുകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട BJP കൌൺസിലർമാരുടെ നേതൃത്വത്തിൽ നവംബർ 12 മുതൽ ഡിസംബർ 13 വരെ വിവിധ പരിപാടികളോടെയാണ് വികസനത്തിന്റെ പൂക്കാലം എന്ന പേരിൽ വാർഷികാഘോഷം സംഘടിപ്പിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ബേപ്പൂരും വികസനവും എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. BJP ജില്ലാ ട്രഷറർ TV ഉണ്ണികൃഷ്ണൻ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. കൌൺസിലർ നെല്ലിക്കോട്ട് സതീഷ് കുമാർ അധ്യക്ഷം വഹിച്ചു. BJP ബേപ്പൂർ മണ്ഡലം ജനറൽ സെക്രട്ടറി നാരങ്ങയിൽ ശശിധരൻ വിഷയാവതരണം നടത്തി. BJP ഫറോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മോഹനൻ മാസ്റ്റർ, ബേപ്പൂർ ഏരിയ പ്രസിഡന്റ് KP ബൈജു, ജനറൽ സെക്രട്ടറി AV ഷിബീഷ്, കൌൺസിലർമാരായ തോട്ടപ്പായിൽ അനിൽകുമാർ, പൊന്നത്ത് ഷൈമ, CPM ലോക്കൽ കമ്മിറ്റി അംഗം KV ശിവദാസൻ, കക്കാടത്ത് മുരളി, K ഹരീഷ്, മുരുകേശൻ മാറാട് എന്നിവർ സംസാരിച്ചു. കൗതുക കാഴ്ച പകർന്ന പ്രശസ്തരായ 10 ചിത്രകാരന്മാരുടെ ചിത്ര പ്രദർശനം എൻഡ്ലെസ്. ഹൈലൈറ്റ് മാളിൽ പുതുതായി ആരംഭിച്ച ഗാലറിയിലാണ് വേറിട്ട പ്രദർശനം നടക്കുന്നത്. വാണിജ്യ കേന്ദ്രമായ ഹൈലൈറ്റ് മാളിൽ പെയിന്റിംഗുകളുടെ പ്രദർശന വിൽപ്പനയ്ക്കായി ഗാലറി ഒരുങ്ങിക്കഴിഞ്ഞു. 2ാം നിലയിൽ സജ്ജമാക്കിയ ഗാലറിയിൽ പ്രശസ്തരായ 10 ചിത്രകാരന്മാരുടെ രചനകളുടെ പ്രദർശനം എൻഡ്ലെസ് ആണ് ഇപ്പോൾ നടക്കുന്നത്. സുനിൽ അശോകപുരത്തിന്റെ ഉടഞ്ഞ രൂപങ്ങൾ പരമ്പരാ രചനകൾ പ്രദർശനത്തിലുണ്ട്. വിശ്വാസങ്ങളും ബിംബങ്ങളും തകരുന്ന വർത്തമാനകാലത്തെയാണ് സുനിൽ അശോകപുരം വിശദീകരിക്കുന്നത്. പലായനം ചെയ്യപ്പെടുന്ന ഒരു ജനതയെയാണ് പ്രഭാകരന്റെ ചിത്രങ്ങളിൽ കാണുക. എലികളുടെ മ്യൂസിയം കാണിച്ചു തരുന്ന ഈ സുധാകരന്റെ രചന കൌതുകമുണർത്തുന്നതാണ്. പേരക്കുട്ടികൾക്ക് കാവലിരിക്കാൻ വിധിക്കപ്പെട്ട അമ്മമാരുടെ അവസ്ഥ വിവരിക്കുന്ന ചിത്രവും സുധാകരന്റേതാണ്. വെള്ളം വിഷയമാക്കി ഒട്ടേറെ ചിത്രങ്ങൾ രചിച്ച ജോൺസ് മാത്യുവിന്റെ ചിത്രങ്ങൾ പ്രദർശനത്തിൽ വേറിട്ട കാഴ്ചകളാണ് പകരുന്നത്. മണ്ണിനെയും അതിലെ പച്ചപ്പിനെയും വർണ്ണങ്ങളിൽ ആവാഹിക്കുകയാണ് K സുധീഷ് തന്റെ രചനകളിൽ.
കവിതാ മുഖോപാധ്യായ, സന്തോഷ് നിലമ്പൂർ, ഗണേഷ് ബാബു, എൻ സുചിത്ര ഉല്ലാസ് എന്നിവരുടെ രചനകളും പ്രദർശനത്തിലുണ്ട്. കേവലം ഒരു പ്രദർശനവും വിൽപ്പനയും മാത്രമായി ഇവിടെ ഗാലറി ഒതുങ്ങുന്നില്ല. വിൽപ്പനയിലൂടെ ലഭിക്കുന്ന നിശ്ചിത വരുമാനം അവശ്യ കലാകാരന്മാർക്ക് നൽകുക എന്ന ലക്ഷ്യവും ഇതിനുണ്ട്. കിട്ടുന്ന എക്സിബിഷൻ കൂടാണ്ട് സെയിലും കൂടെ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് കിട്ടുന്ന വരുമാനത്തിൻ്റെ ഒരു നല്ലൊരു ശതമാനം കോഴിക്കോടുള്ള അവശ്യ കലാകാരന്മാർക്ക് നമ്മൾ കൊടുക്കുന്നതായിരിക്കും. സഹകരണ മേഖലയെ തകർക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെയും റിസർവ് ബാങ്കിന്റെയും നീക്കത്തിനെതിരെ സഹകരണ ബാങ്കുകൾക്ക് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു. സഹകാരികളുടെയും ജീവനക്കാരുടെയും നേതൃത്വത്തിലാണ് ധർണ നടന്നത്. ജില്ലയിൽ 100-ൽ പരം ബാങ്കുകൾക്ക് മുന്നിൽ ധർണ നടന്നു. സഹകരണ മേഖലയെ തകർക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെയും റിസർവ് ബാങ്കിന്റെയും നീക്കത്തിനെതിരെ സഹകരണ ബാങ്കുകൾക്ക് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു. സഹകാരികളുടെയും ജീവനക്കാരുടെയും നേതൃത്വത്തിലാണ് ധർണ നടന്നത്. ജില്ലയിൽ 100-ൽ പരം ബാങ്കുകൾക്ക് മുന്നിൽ ധർണ നടന്നു. KDC ബാങ്കിന് മുന്നിൽ നടന്ന ധർണ AITC സംസ്ഥാന വൈസ് പ്രസിഡന്റ് KG പങ്കജാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. KP അജയകുമാർ അധ്യക്ഷനായി. M ബാലകൃഷ്ണൻ, AK രമേശ്, KT ബാബു എന്നിവർ സംസാരിച്ചു. കോഴിക്കോട് ജില്ലാ സഹകരണ ബാങ്കിന് മുന്നിൽ സഹകരണ സംരക്ഷണ സംഗമം നടത്തി. സംഗമം AITC സംസ്ഥാന വൈസ് പ്രസിഡന്റ് KG പങ്കജാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. ബാലകൃഷ്ണൻ, P പ്രദീപ് കുമാർ, M രാജു എന്നിവർ സംസാരിച്ചു. KP അജയകുമാർ അധ്യക്ഷനായി. കാലിക്കറ്റ് നോൺ സർവീസ് കോർപ്പറേറ്റീവ് ബാങ്ക് വെസ്റ്റീൽ ബ്രാഞ്ചിന് മുന്നിൽ നടന്ന ധർണ CPM നോർത്ത് ഏരിയ സെക്രട്ടറി TV നിർമ്മലൻ ഉദ്ഘാടനം ചെയ്തു. K ബാബു അധ്യക്ഷനായി. കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KV ബാബുരാജ്, കൌൺസിലർ MM ലത, സേതുമാധവൻ, KP മനോജ്, അക്ഷയ് എന്നിവർ സംസാരിച്ചു. നരേന്ദ്രമോദിയെ പോലെ അപാരമായ ആന്തരിക ശക്തിയുള്ളവർക്ക് നോട്ട് അസാധുവക്കൽ പോലുള്ള നടപടികൾ ചിന്തിക്കാൻ പോലും കഴിയുമെന്ന് റിച്ചാർഡ് ഹേ MP. നോട്ട് അസാധുവക്കൽ സമ്പദ് വ്യവസ്ഥയിൽ സൃഷ്ടിക്കുന്ന ചലനങ്ങൾ എന്ന വിഷയത്തിൽ ഭാരതീയ വിചാര കേന്ദ്രം കോഴിക്കോട് സ്ഥാനീയ സമിതി സംഘടിപ്പിച്ച ചർച്ച ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നരേന്ദ്രമോദിയെ പോലെ അപാരമായ ആന്തരിക ശക്തിയുള്ളവർക്ക് നോട്ട് അസാധുവാക്കാൻ പോലുള്ള നടപടികൾ ചിന്തിക്കാൻ പോലും കഴിയൂവെന്ന് റിച്ചാർഡ് ഹേ MP അഭിപ്രായപ്പെട്ടു. നോട്ട് അസാധുവാക്കൽ സമ്പദ് വ്യവസ്ഥയിൽ സൃഷ്ടിക്കുന്ന ചലനങ്ങൾ എന്ന വിഷയത്തിൽ ഭാരതീയ വിചാര കേന്ദ്രം കോഴിക്കോട് സ്ഥാനീയ സമിതി സംഘടിപ്പിച്ച ചർച്ച ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യം കണ്ട ഏറ്റവും ധീരമായ നീക്കമാണിത്. കള്ളപ്പണവും അഴിമതിയും ഇല്ലാതാക്കാൻ ഇത് മാത്രമാണ് മാർഗമെന്ന് ഏവർക്കും അറിയാം. കള്ളപ്പണം ഇല്ലാതാകുന്നതോടെ പാവപ്പെട്ടവരും പണക്കാരും തമ്മിലുള്ള വിടവ് കുറയും. മോദി അധികാരമേറ്റയുടൻ എല്ലാ ഇന്ത്യക്കാരും സ്വന്തമായി ബാങ്ക് അക്കൌണ്ട് എന്ന തീരുമാനമെടുത്തു. വലിയ വിപ്ലവമായിരുന്നു അത്. തുടർന്ന് വെളിപ്പെടുത്താത്ത പണവും സ്വത്തും വെളിപ്പെടുത്താൻ ഏവർക്കും അവസരവും നൽകി. എന്നാൽ ഇതും പലരും ചെവിക്കൊണ്ടില്ല. തുടർന്നാണ് കള്ളപ്പണക്കാർക്ക് രക്ഷപ്പെടാനാകാത്ത വിധം നോട്ടുകൾ അസാധുവാക്കിയത്. ഏതൊരു മാർക്സിസ്റ്റും സോഷ്യലിസ്റ്റും ലോകത്തെവിടെയും ചെയ്തതിനേക്കാൾ വലിയ കാര്യമാണ് മോദി ചെയ്യുന്നത്. ഭീകരവാദത്തിന് ഉപയോഗിക്കുന്നത് പാകിസ്ഥാനിലടിക്കുന്ന കള്ളനോട്ടാണെന്ന് എല്ലാവർക്കും അറിയാം. ഇത് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ താളം തെറ്റിക്കാനും ഉദ്ദേശിച്ചുള്ളതാണ്. എന്നാൽ നോട്ട് പിൻവലിക്കലിലൂടെ ഈ ഭീഷണി ഇല്ലാതായെന്നും അദ്ദേഹം പറഞ്ഞു. ഭാരതീയ വിചാര കേന്ദ്രം സ്ഥാനീയ സമിതി അധ്യക്ഷൻ VG മോഹൻകുമാർ അധ്യക്ഷം വഹിച്ചു. പ്രൊഫസർ ശ്രീശൈലം ഉണ്ണികൃഷ്ണൻ, T പത്മജൻ, V രാമകൃഷ്ണൻ, MN സുന്ദർരാജ് എന്നിവർ സംസാരിച്ചു. രാജ്യത്ത് നോട്ടുകളുടെ ദൌർലഭ്യം ദിവസങ്ങൾക്കകം പരിഹരിച്ചില്ലെങ്കിൽ വൻ പ്രത്യാഘാതമുണ്ടാകുമെന്ന് IIM ഇക്കണോമിക്സ് വിഭാഗം പ്രൊഫസർ ഡോക്ടർ രുദ്ര സെൻ ശർമ്മ. നോട്ട് അസാധുവക്കൽ എന്ന വിഷയത്തിൽ മേഖലാ ശാസ്ത്ര കേന്ദ്രം സംഘടിപ്പിച്ച സെമിനാറിൽ മുഖ്യപ്രഭാഷണം നടത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്ത് നോട്ടുകളുടെ ദൌർലഭ്യം ദിവസങ്ങൾക്കകം പരിഹരിച്ചില്ലെങ്കിൽ വൻ പ്രത്യാഘാതമുണ്ടാകുമെന്ന് IIM ഇക്കണോമിക്സ് വിഭാഗം പ്രൊഫസർ ഡോക്ടർ രുദ്ര സെൻ ശർമ്മ. നോട്ട് അസാധുവാക്കൽ എന്ന വിഷയത്തിൽ മേഖലാ ശാസ്ത്ര കേന്ദ്രം സംഘടിപ്പിച്ച സെമിനാറിൽ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തിന്റെ മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിന്റെ 45% സംഭാവന ചെയ്യുന്ന അസംഘടിത മേഖലയ്ക്ക് കറൻസിയുടെ കുറവ് മൂലമുണ്ടായേക്കാവുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനാകാത്തതാണ്. കർഷകർ, കർഷക തൊഴിലാളികൾ, ദിവസക്കൂലിക്കാർ, തെരുവ് കച്ചവടക്കാർ എന്നിവരെല്ലാം അടങ്ങുന്ന അസംഘടിത മേഖലയെ ഇത് പരിഭ്രാന്തിയിലാക്കും. എന്നാൽ നല്ല രീതിയിൽ നടപ്പിലാക്കിയാൽ വലിയ ഗുണഫലങ്ങൾ രാജ്യത്തിനുണ്ടാകുന്ന തീരുമാനമാണ് കേന്ദ്ര സർക്കാരിന്റേതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കള്ളനോട്ട്, കള്ളപ്പണം ഉപയോഗിച്ചുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തുടങ്ങിയവയ്ക്കെല്ലാം താൽക്കാലിക അന്ത്യം കുറിക്കുന്ന നടപടിയാണ് സർക്കാരിന്റേത്. ഇതുപോലെ മറ്റൊരു രാജ്യത്തും നടന്നിട്ടില്ല. ജർമ്മനിയിലും US-ലുമൊക്കെ നോട്ട് അസാധുവാക്കിയിട്ടുണ്ടെങ്കിലും പഴയ നോട്ടുകൾ മാറ്റിയെടുക്കുന്നതിന് സമയപരിധി വളരെ കൂടുതലായിരുന്നുവെന്നും സെൻ ശർമ്മ പറഞ്ഞു. ശാസ്ത്രകേന്ദ്രം ഡയറക്ടർ VS രാമചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഇനി ശബരിമല വിശേഷങ്ങൾ. ഇതര ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് എന്തിനും പ്രത്യേകതയുള്ളതാണ് ശബരിമല ക്ഷേത്രം.
ക്ഷേത്രത്തോട് ചേർന്നുള്ള പോസ്റ്റ് ഓഫീസിനും പറയാനുള്ളത് സ്വന്തം സവിശേഷതയെ പറ്റി തന്നെയാണ്. പോസ്റ്റ് ഓഫീസിലെ തപാൽ മുദ്രയാണ് ഇന്ത്യയിലെ തന്നെ ഇതര പോസ്റ്റ് ഓഫീസുകളിൽ നിന്നും ശബരിമല പോസ്റ്റ് ഓഫീസിനെ വ്യത്യസ്തമാക്കുന്നത്. ശബരിമലയിലെല്ലാം സ്വാമിമയമാണ്. ഭക്തനും സ്വാമിയും ഒന്നെന്ന പരമ്പൊരുൾ ഇവിടെ തത്വമസിയെ മാറുകയാണ്. അപ്പോൾ പിന്നെ ശബരിമല തപാൽ ഓഫീസ് മുദ്രയ്ക്കും ഒരു പ്രത്യേകതയാകട്ടെ എന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഒരു പോസ്റ്റ് മാസ്റ്റർ മനസ്സിൽ ആഗ്രഹിച്ചതായാണ് ചരിത്രം. സ്വന്തം ഇംഗിതം മനസ്സിലിട്ട് താലോലിച്ച പോസ്റ്റ് മാസ്റ്റർ ശബരിമല ഭഗവാനോട് പ്രാർത്ഥിച്ച് ഒരു കത്ത് കേരള PMGക്ക് അയച്ചു. ഒരു നിവേദനമായി. നിവേദനത്തിൽ ആവശ്യം ഇത്രമാത്രം: ശബരിമല പോസ്റ്റ് ഓഫീസിന്റെ തപാൽ മുദ്രയിൽ ശ്രീധർമ്മശാസ്താവും ഉണ്ടാകണം, പിന്നെ 18-ാം പടിയും. ആവശ്യം ന്യായമെന്ന് തോന്നിയ പോസ്റ്റ് മാസ്റ്റർ ജനറൽ തന്റെ ശുപാർശയോടെ നിവേദനം ദേശീയ തപാൽ ഡയറക്ടറേറ്റിന് കൈമാറി. ഡയറക്ടറേറ്റിന്റെ അംഗീകാരം ലഭിച്ചതോടെ ശബരിമല തപാൽ മുദ്രയിൽ ശ്രീധർമ്മശാസ്താവും 18-ാം പടിയും സ്ഥാനം പിടിച്ചു. ഇതുതന്നെയാണ് ശബരിമല തപാൽ ഓഫീസിനെ ഇന്ത്യയിലെ ഇതര പോസ്റ്റ് ഓഫീസുകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നതെന്ന് പോസ്റ്റ് മാസ്റ്റർ MK ജനാർദ്ദന ഉണ്ണിത്താൻ പറയുന്നു. രാവിലെ 8 മുതൽ വൈകിട്ട് 5 മണി വരെയാണ് സാധാരണ പോസ്റ്റ് ഓഫീസുകൾ പ്രവർത്തിക്കുന്നത്. എന്നാൽ ശബരിമല സന്നിധാനത്തിലെ പോസ്റ്റ് ഓഫീസ് രാവിലെ 8 മുതൽ രാത്രി 8 മണി വരെയാണ് പ്രവർത്തിക്കുക. അങ്ങനെ വ്യത്യസ്തമായ ഒരു തപാൽ ഓഫീസ് തന്നെയാണ് ശബരിമല സന്നിധാനത്തിലുള്ളത്. പക്ഷേ അതാരും തിരിച്ചറിയുന്നില്ല എന്നു മാത്രം. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രദർശനത്തിനു മുമ്പേ ശ്രദ്ധ പിടിച്ചുപറ്റി രാജ്യാന്തര വ്യവസായ പ്രദർശനം റൈസിംഗ് കേരള. വുഡ് സെക്ടർ സെമിനാർ കോഴിക്കോട്ട്. ബസ് അപകടങ്ങളിൽ കാര്യക്ഷമമായ നടപടികൾ ഉണ്ടാകുന്നില്ലെന്ന് CPIM ജില്ലാ കമ്മിറ്റി അംഗം PK പ്രേംനാഥ്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ബസ് ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് ഫെഡറേഷൻ കലക്ടറേറ്റ് മാർച്ച്. പിന്നോക്ക വിഭാഗത്തിലെ SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് സ്വർണ്ണ മെഡൽ നൽകി ആദരം. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.